കോഴിക്കോട് നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് കഴിയുന്നില്ലെന്നും ഇത്തവണത്തെ ബജറ്റിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടായില്ലെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ശോഭിത പറഞ്ഞു. പ്രതികരണം നോക്കാം. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇപ്പോൾ 15 വർഷം മുൻപ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള പാർക്കിംഗ് പദ്ധതിയാണ് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ളത്. ഇത് നടപ്പിൽ വരുത്താൻ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മാറി വരുന്ന കൗൺസിലിന് സാധിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കൗൺസിലിൻ്റെ സമയത്താണ് നമ്മൾ കിഡ്സൺ കോർണറിലും അതുപോലെ സ്റ്റേഡിയത്തിൻ്റെ അവിടെയും പാർക്കിംഗ് പ്ലാസ പ്രപ്പോസ് ചെയ്തത്. അതും നിങ്ങൾക്കറിയാം, കിഡ്സൺ കോർണറിലെ ആ സത്രം ബിൽഡിങ് പൊളിച്ച് അവിടെയുള്ള കുറേ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നല്ലാതെ മറ്റു നടപടികളൊന്നും അവിടെ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു കടലാസ് പദ്ധതിയെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഒരു പറ്റം ആളുകളെ അല്ലെങ്കിൽ സത്രം ബിൽഡിംഗ് അവിടെ നിന്ന് പൊളിച്ച് കുറേ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് എന്നല്ലാതെ പാർക്കിംഗ് ഇന്നും കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. വാർത്തയുടെ വിവരങ്ങൾ വർഷ നൽകും. വർഷ, കോഴിക്കോട് നഗരത്തിലെ ഗതാഗത പ്രതിസന്ധി ദിനം പ്രതി ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടാകാത്തത്? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം ചോദ്യം ഉന്നയിക്കുന്നുമുണ്ടല്ലോ വർഷം. അതെ, ഈ കോഴിക്കോട് നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം തേടുമ്പോൾ കോർപ്പറേഷനിൽ നിന്നും ലഭിക്കുന്ന മറുപടി ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് എന്ന് അവസാനിക്കുമെന്നോ തടസ്സങ്ങൾ എപ്പോൾ നീങ്ങുമെന്നോ എന്നുള്ള കാര്യമൊന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നില്ല. ഈ മാനാഞ്ചിറ കിഡ്സൺ കോർണറിലെ പാർക്കിംഗ് പ്ലാസയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് കരാർ ഏറ്റെടുത്ത കമ്പനി ചില സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്നും അതിന് കെട്ടിടത്തിന് അനുമതി ലഭിക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇനി ലിങ്ക് റോഡിലുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ 13 വർഷമായി ഈ ഒരു പാർക്കിംഗ് പ്ലാസ ഇങ്ങനെ പാതി വഴിയിൽ കിടക്കുന്നു. അതിന് ചില സാമ്പത്തിക ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് വിജിലൻസ് കേസ് ഉൾപ്പെടെ വന്നു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പല കാരണങ്ങളാൽ ഈ 2 പാർക്കിംഗ് പ്ലാസകളും നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ്. എപ്പോൾ ഇത് പൂർത്തിയാകുമെന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം. കാരണം ഈ നഗരത്തിലെത്തുന്നവർ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷു, റംസാൻ ആഘോഷങ്ങളിലെല്ലാം വസ്ത്രങ്ങൾ വാങ്ങാനായി ഒരുപാട് പേരാണ് ഈ നഗരത്തിലെത്തുന്നത്, മിഠായി തെരുവിൽ ഉൾപ്പെടെ എത്തുന്നത്. അത്തരത്തിലുള്ളവർ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമില്ലാതെ പലയിടങ്ങളിലും പാർക്ക് ചെയ്ത് പോലീസിൽ നിന്നും പിഴ ഈടാക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. അത്തരക്കാർക്ക് ഈ പാർക്കിംഗ് പ്ലാസ വന്നു കഴിഞ്ഞാൽ വളരെ ആശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോൾ ഇത് പൂർത്തിയാകുമെന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം.